പണം നൽകാതെ മടക്കിയ ബില്ലുകൾ ശവപ്പെട്ടിയിലടക്കം ചെയ്ത് ട്രഷറിക്ക് മുൻപിൽ പ്രതിഷേധ വിലാപയാത്ര നടത്തി ജനപ്രതിനിധികൾ. മലപ്പുറം അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുൻപിൽ വ്യത്യസ്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. പണമോ ടോക്കണോ നൽകാതെ ട്രഷറിയിൽ സമർപ്പിച്ച ബില്ലുകൾ മടക്കി നൽകിയവ ശവപ്പെട്ടിയിലാക്കി ബില്ലുകളുടെ ശവമഞ്ചുവുമായി ജനപ്രതിനിധികൾ വിലാപയാത്ര നടത്തിക്കൊണ്ട് പ്രതിഷേധിച്ചു. 1 കോടി രൂപയുടെ പഞ്ചായത്തിന്റെ ബില്ലുകളാണ് പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ നിന്ന് പഞ്ചായത്ത് അധികൃതർക്ക് പണം നൽകാതെ മടക്കി നൽകിയത്. മാർച്ച് 22-ന് നൽകിയ ബില്ലുകൾ അടക്കം പാസാക്കി നൽകിയിട്ടില്ല. ടോക്കൺ പോലും നൽകാതെ ക്യൂ ബില്ലുകളുടെ ലിസ്റ്റിൽപ്പെടുത്താതെ ബില്ലുകൾ എല്ലാം പൂർണ്ണമായും തിരിച്ചു നൽകി. ആശുപത്രിയിലേക്ക് വാങ്ങിയ മരുന്നുകൾ, അംഗൻവാടികളിലെ കുട്ടികൾക്ക് നൽകിയ പോഷകാഹാരം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ, കൃഷിക്കാർക്ക് നൽകുന്നതിനുള്ള വിവിധ സബ്സിഡികൾ തുടങ്ങിയവയുടെ ബില്ലുകൾ എല്ലാം പണം നൽകാതെ മുടങ്ങിയവയിൽ ഉൾപ്പെടുന്നു. 93,73,105 രൂപയുടെ ബില്ലുകൾ ആണ് മൊത്തത്തിൽ മടക്കിയിട്ടുള്ളത്. മറ്റു ട്രഷറികളിൽ പണം നൽകാത്ത ബില്ലുകൾക്ക് ടോക്കൺ നൽകി ക്യൂ ബില്ലുകളിൽ ഉൾപ്പെടുത്തി ഏപ്രിൽ മാസത്തിൽ പണം നൽകുന്ന വിധത്തിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. പെരിന്തൽമണ്ണയിൽ മാത്രമാണ് അപൂർവമായി ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് തദ്ദേശ ഭാരവാഹികൾ പറയുന്നത്. വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കാരണം 50,000 രൂപയുടെ അടിയിൽ ഉള്ള ബില്ല് പോലും ഏകദേശം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 1 കോടി രൂപയുടെ അടുത്തുള്ള ബില്ലുകളാണ് തിരിച്ചു കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റ് ബജറ്റ് വീതം തടഞ്ഞ സർക്കാർ തനത് ഫണ്ടും പിടിച്ചെടുത്ത് പെരിന്തൽമണ്ണ സബ് ട്രഷറിക്ക് മുന്നിൽ നടക്കുന്ന രണ്ടാമത്തെ സമരമാണിത്. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലും സമരം നടന്നിരുന്നു. അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് KP സൗദ ടീച്ചറുടെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് ഷെബീർ കുറുക്കലിന്റെയും നേതൃത്വത്തിലാണ് ബില്ലുകൾ അടക്കം ചെയ്ത ശവമഞ്ചുവുമായി പ്രതിഷേധ വിലാപയാത്ര നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കൽ സമരം ഉദ്ഘാടനം ചെയ്തു. ജഹിനോസ് മലപ്പുറം.